ഓടിയതാ. അതുകൊണ്ട് എനിക്ക് മര്യാദക്ക് ഷർട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. ആകെ 2 ഹുഡീസും ഉണ്ട്, പിന്നെ ഈ ടീഷർട്ടും ഉണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. നേരെ ശ്രീനഗർ പോയിട്ട് വേണം മറ്റേ സൺഡേ മാർക്കറ്റ് ഉണ്ട്, ഇന്ന് സൺഡേ അല്ലേ, സൺഡേ മാർക്കറ്റിൽ നിന്ന് സ്വെറ്ററൊക്കെ വാങ്ങാൻ. സോക്സും ഇല്ല, ഒന്നുമില്ല. മെയിനായി കണ്ട് തണുപ്പടിക്കുക കാലിനും കയ്യിനാണ്. കയ്യിലാകെ ഉള്ളത് ഈ സോക്സാണ്. ഇത് ഞാൻ രാജസ്ഥാനിൽ നിന്ന് വാങ്ങിയതാണ്, 40-30 രൂപ കൊടുത്തിട്ട്. ഇതൊന്നിനും പറ്റില്ല, ഇത് വെറുതെ ആണ്. എന്തായാലും അവിടെ പോയിട്ട് നല്ല സ്വെറ്റർ വാങ്ങണം. ബാഗെല്ലാം ഡ്രസ്സ് മൊത്തം ഇപ്പം എൻ്റെ മേത്തുണ്ട്. ഓ ബസ്സൊക്കെ നോക്കണക്ക് മോനെ. ഇവിടുന്ന് ട്രെയിൻ റൂട്ടുണ്ട്, ബനിഹാൾ ടു ബാരാമുള്ളയാണ് ഇവിടുന്ന് ട്രെയിൻ ഉള്ളത്. ആ ട്രെയിൻ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ട്രെയിൻ റൂട്ടാണ്. ജീവിതത്തിൽ രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി വീണ്ടും ഇന്നലെ രാത്രി കഴിച്ച ഷോപ്പിലെത്തി. എന്തൊക്കെ ഉണ്ടാക്കും? ചായ ഉണ്ടാക്കണ്ട്, സമൂസ. താങ്ക് യു. ഇവിടുത്തെ ബ്രെഡ് സമൂസ എന്തായാലും അടിപൊളിയാണ്. ഞാൻ വീണ്ടും ഇന്നലെ എടുത്തതേ പോലെ അതന്നെ അടുത്ത്. ओके भैया, ये पकोड़ा है, पकौड़ा, आलू प्याज पकोड़ा, आलू प्याज पकौड़ा है। लास्ट अभी ट्रेन है मिलेगा? हाँ अभी ट्रेन मिलेगा? हाँ ट्रेन मिलेगा, अभी बहुत ट्रेन आएगा, आराम से जाओगे। हाँ ഇന്നലെ രാത്രി കണ്ട റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ ഫുൾ ചളിയാണ്. അതിൽ ഭാഗ്യത്തിന് ഈ ഷൂട്ടത്. സാധാരണ കാഷ്വൽ ഷൂട്ട് കണ്ട് വരാവുന്നതാണ്. എന്തോ ഭാഗ്യത്തിന് ബൂട്ടിട്ട്, അതുകൊണ്ട്
അത് നന്നായി. എവിടെ നിന്ന് സ്ലിപ്പാവുമെന്ന് എനിക്ക് അറിയില്ല. നോക്കി നടക്കട്ടെ. ഓ സാധാരണ ഞാൻ ഈ വഴി തന്നെ ശ്രീനഗറും ബാരാമുള്ളൊക്കെ പോലെ, പക്ഷേ അപ്പോഴൊന്നും ട്രെയിനിൻ്റെ അവിടെ റെയിൽവേ സ്റ്റേഷനിലൊന്നും സ്നോ ഉണ്ടാവില്ല. ഗുൽമാർഗിലും ശ്രീനഗറിലൊക്കെയാണ് സാധാരണ സ്നോ കിട്ടല്. ഇപ്രാവശ്യം സീനേ മാറി. നേരത്തെ എന്നോട് പുറത്തേക്കാൻ പറഞ്ഞ പോലീസുകാരൻ വരുന്നുണ്ട്, എന്തെങ്കിലും പറയുമെന്ന് അറിയില്ല. ഇല്ല, ഭാഗ്യത്തിനൊന്നും പറഞ്ഞില്ല. മലയാളിയാ, അതുകൊണ്ട് എവിടെ പോകണമെന്ന് വെച്ച്. പത്ത് മണി വരെ നിൽക്കാൻ വയ്യ. ഈ ട്രെയിൻ എപ്പോഴാണ് വരുമെന്നറിയില്ല. ഈ ഫോണിലാണെങ്കിൽ തീരെ ചാർജും ഇല്ല, പവർ ബാങ്കിനും ചാർജില്ല. എന്ത് ചെയ്യും മല്ലയ്യ? അയ്യോ, കാശ്മീർക്ക് വന്നോളി മക്കളെ. ബനിഹാൽ ടു ശ്രീനഗർ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിക്കാരം ഈ ടൈമിൽ വന്നാൽ. ശരിക്കും അതാണ് എക്സ്പീരിയൻസ്. ബനിഹാൾ, ദിസ് ഈസ് റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, ഇവിടെ ഒരു ട്രെയിനുണ്ട്. ട്രാക്ക് മൊത്തം സ്നോയാ. ട്രാക്ക് മൊത്തം സ്നോ ആയാൽ ട്രെയിൻ എങ്ങനെ പോവും? സാധാരണ ട്രെയിൻ നിർത്തി വെക്കണ്ടല്ലേ, പക്ഷെ നിർത്തി വെക്കൂല. ഈ റൂട്ടിൽ ട്രെയിൻ ഉണ്ടാവും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. എൻ്റെ കയ്യും കാലൊക്കെ നല്ലോണം മരവിച്ചിക്കണേ. ഫോണ് ഓഫാവും. ലാസ്റ്റ് ഈ എൻഡ് വരെ പോയിട്ട് തിരിച്ച് സ്റ്റേഷനിൽ തന്നെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അതുവരെ പോട്ടെ. വരുന്ന പോലീസുകാരൻ നേരത്തെ കണ്ട മലയാളിയാണെന്ന് ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം. അല്ല, ഹായ്. मजा है? हाँ, ट्रेन 10 बजे में। हाँ, आएगी तभी जाएगी ना, वही जाती है। हाँ हाँ, अभी आई कहाँ है? एक ही गई, एक तो कैंसिल हो गई। कहाँ से? आज जम्मू रोड बंद है। बंद हो गया? बंद हो कहाँ गया। से आए? केरला से? കേരള से। सही टाइम पर आए। ഓക്കെ, ടീക്ക്. ഇവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് സാധനമുണ്ട്, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക്. നടക്കാൻ വയ്യ, നടന്ന് നടന്ന് ആകെ അവസ്ഥയിലാണ്. സംസാരിക്കാനും പറ്റുന്നില്ല, തൊണ്ടൊക്കെ നല്ല സീനുണ്ട്, തൊണ്ടടിച്ചിട്ട്. അതാണ് ഈ മാസ്ക് ഇട്ടിട്ടുണ്ട്. ഈ റെയിൽവേ ട്രാക്കും കൂടെ ഒന്ന്
ക്രോസ് ചെയ്ത് നോക്കാം, അപ്പുറത്തുള്ള വ്യൂവും കൂടെ നോക്കാമല്ലോ. ഓ കാലം മൊത്തം താഴെ പോയി. ടൈം എത്ര നോക്കട്ടെ, ടൈം നോക്കിയില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല. 9:31. ആകെയുള്ളൊരു സങ്കടം എന്താ വെച്ചാൽ ഫോട്ടോ എടുത്ത് തരാൻ ആരുമില്ല. ഇത്രയും നല്ല സ്ഥലത്ത് വന്നിട്ട് ഇത്രയും നല്ല മൂഡിൽ നിന്നിട്ട് ഒരു നല്ല ഫോട്ടോ കിട്ടാനൊരു വഴിയില്ല. തൽക്കാലം ഇപ്പോൾ ബാക്ക് ക്യാമറ ഓണാക്കി സെൽഫി എടുക്കും, വേറൊരു മാർഗമില്ല. അപ്പോൾ ഓക്കെ, പോയി टिकट എടുക്കട്ടെ. कश्मीर फर्स्ट टाइम नहीं है, 4 टाइम है अभी. मेरा इधर ही है, लोकल है. ओके, मैं ड्राइवर करता हूं गाड़ी. ड्राइवर, हाँ टैक्सी. अभी जम्मू रोड ओपन है. हाँ जम्मू रोड ओपन है. कल रात में स्नोफॉल ज़्यादा है. मैं रात में 10 बजे में पहुँच जाए. इधर? हाँ इधर, हाँ नीचे. हाँ नीचे, हाँ रेलवे स्टेशन के पास है. रूम किया था? हाँ रूम डॉर्मेट्री किया. यहाँ रेलवे का वेटिंग. हाँ उधर पैसा लेता है? उधर क्या? उधर पैसा लेता है ये? नहीं है अच्छा ऐसे अभी. नहीं मैं बोल रहा हूँ फ्री लेता है यहाँ रूम का रात फ्री है? हाँ फ्री होता है. नहीं है 150 डॉर्मेट्री रूम है. इधर से मैं पहले इधर से. आप कितना आदमी है? अकेला है? अकेला. अकेला? हाँ गुड. आपका नाम? नसीर. 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 अच्छा मेरा नाम फाइज. हाँ फाइज. मुस्लिम है? हाँ मुस्लिम है. अल्लाह इज मुस्लिम पर्सन है? हाँ हाँ टोटल नॉर्मल है. अच्छा, हाँ, हिंदू मुस्लिम क्रिश्चियन इक्वली है. अल्लाह इज नाइस पर्सन. हाँ एक दिन केरला में आओ इंशाल्लाह. इंशाल्लाह. केरला में सबसे ज्यादा चीज क्या बनता है केरला में? चीज़. हाँ चीज़. जैसे यहाँ सेब अखरोट. हाँ केरला में नारियल अच्छा नारियल ज़्यादा है, आम ज़्यादा है. वो प्लेन एरिया है यहाँ जंगल वंगल कुछ है? सब है. हाँ. प्ले- अच्छा ओके. ओके अस्सलाम वालेकुम. ठीक है. ടിക്കറ്റിന് ഇപ്പോൾ ആയിട്ടില്ല, അതിൻ്റെ കൗണ്ടർ ഇപ്പോഴും ഓപ്പൺ അല്ല. ട്രെയിന് 10 മണിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും ലേറ്റായി. 11 മണിക്കാണ്. ഞാൻ ഇതുവരെ ഇവിടെ പോസ്റ്റ്. മഞ്ഞ വീണിട്ട് ഈ റോള് ടേബിള് പോലെ ഉണ്ട്. നമ്മളെ ഹൽദിക്ക് ഉണ്ടാകേണ്ട ഒരു കേക്ക് ഉണ്ടല്ലോ റൗണ്ടിലുള്ള, അതേപോലെ ഉണ്ട്. അയ്യോ വേണ്ട, കൈ അല്ലെങ്കിൽ തന്നെ മരവിച്ചേക്കോ. അതിലും കൂടി കൈയിടാൻ വയ്യ. സൂര്യൻ വന്നു തുടങ്ങി. ഇപ്പോൾ ചെറുതായിട്ട് സൂര്യൻ വന്നു തുടങ്ങിക്കണേ, ചെറിയ രീതിയിൽ. സ്റ്റേഷൻ്റെ മേലെ സ്റ്റെപ്പ് കയറി വന്നതാ. എവിടെ നോക്കിയാലും അന്യായ വ്യൂ. ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങണം. അങ്ങനെ 1 മണിക്കൂർ പോസ്റ്റ് അടിച്ചതിന് ശേഷം ഫൈനലി ടിക്കറ്റ് കിട്ടി. ഇവിടുന്ന് ബനിയാളിൽ നിന്ന് ശ്രീനഗർ പോകാൻ 45 ആകെ 45 രൂപ ഉള്ളു. ട്രെയിന് താഴെ വന്ന് കിടക്കുന്നുണ്ട്. ചെറുതായിട്ട് സ്നോഫോൾ ഉണ്ട്. ഇപ്പോൾ താഴെ പോട്ടെ, ഏതെങ്കിലും താഴെ പോയിട്ട് ട്രെയിനിൽ നല്ല വ്യൂ ഉള്ള സ്ഥലത്തില്ല. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. ഇവിടെ എല്ലാ ഏത് ബോഗി പോയിട്ട് കയറും, ഏത് ബോഗിലും കയറാൻ പറ്റും, അത് വേറെ. ജനറൽ ടിക്കറ്റാണ് എല്ലാ ഇതിലും കയറാം. നല്ല വ്യൂ ഉള്ള ഇവിടെ വേണ്ട, ഇവിടെ നിന്ന് കുഴപ്പമൊന്നുമില്ല. ഏതിലും കയറാമെന്ന് കരുതി പോയതാ. പക്ഷെ ഇവിടെ കയറിയത് ഇവിടെ പോയി ഇരുന്നതാ. ഇവിടെ നിന്ന് തന്നെ ഓടിച്ചു വിട്ട്. ലേഡീസ് സീറ്റാണത്. വേറെ നോക്കട്ടെ.
ഇവിടെ കുറച്ച് സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഇവിടെ നോക്കാം. മെയിനായിട്ട് 3 ട്രെയിൻ റൂട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ഇന്ത്യയിൽ. 3-4 അതിലൊന്ന് ബനിയാൽ ടു ബാരാമുള്ള, രണ്ടാമത്തെ നമ്മളെ നീലഗിരി ട്രെയിന് ഊട്ടി, പിന്നെ ഉള്ളത് ഷിംല ടോയ് ട്രെയിന്. 3 അടിപൊളിയാണ്. പിന്നെ വേറെ ഇതൊന്നുകൂടെ ഉണ്ട്, അത് ഞാൻ മറന്ന്. ഡാർജിലിംഗ്, അതും അടിപൊളിയാണ്. ട്രെയിനിന് 11:45 ഇവിടെ നിന്ന് എടുക്കും. 2 മണിക്കൂറിനടുത്ത് ശ്രീനഗർക്ക് ഉണ്ടാവും. എൻ്റെ കാല് നല്ല രീതിയിൽ മരവിച്ചിരിക്കണേ. ഷൂ ഒക്കെ എടുത്ത് ഊരി എറിയാൻ തോന്നുന്നുണ്ട്. കാലിന് മറ്റേ മുള്ളുകൊണ്ട് ചാണി കൊണ്ട് അടിച്ച പോലെ ഉണ്ട്. നല്ല വേദന ഉണ്ടോ കാല്. ട്രെയിനിലാണെങ്കിൽ വേറെ സീറ്റ് ഉണ്ട്, ഓരോ സീറ്റായിക്കാണ്ട്. ഈ സീറ്റ് അത്രയ്ക്ക് നല്ലതല്ല, ഇരിക്കാൻ അത്ര സുഖമല്ല. പക്ഷെ അത് കുറച്ച് അപ്പുറത്ത്, അവിടെ സീറ്റ് ഫുള്ളായി ചെയ്തിട്ടുണ്ട്. ഷൂ ഒന്നും പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. മഞ്ഞത്ത് നടന്ന് ആ ഷൂ ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ നഖമൊക്കെ ആകെ റെഡായിട്ടുണ്ടായിരുന്നു. കൈ ആകെ റെഡ്, നഖം നല്ല റെഡായിട്ടുണ്ട്. സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തത്, വീണ്ടും സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് മേലെ നിന്ന് ഐസ് ഫുള്ളതാക്കുകയാണ്. കാശ്മീർ വിൻ്ററിൽ വേറൊരു മോഡാണ്. പക്ഷെ കാശ്മീർ എല്ലാ ടൈമും അടിപൊളി കേട്ടോ. വിൻ്ററും സമ്മറും ഓട്ടം സീസണൊക്കെ വേറെ ലെവലാണ്. ഇങ്ങനെ സ്നോ പെയ്താൽ എനിക്ക് തിരിച്ച് രാജസ്ഥാനിലെ പോലെ ടാസ്ക് കാരണം റോഡ് ബ്ലോക്ക് ആയാൽ വിചാരിച്ച പോലെ രാജസ്ഥാനിൽ എത്താൻ പറ്റൂല. എക്സാമാണ് എൻ്റെ. എന്തായാലും വന്നത് മുതലായി. രാവിലെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ എടുത്ത് കണ്ട് രാജസ്ഥാനല്ല കാശ്മീരത്തിൽ ടെമ്പറേച്ചർ നോക്കിയതാണ്. അപ്പോൾ ശനി ഞായറും സ്നോഫാൾ കാണുന്നുണ്ട്. അപ്പം തന്നെ ബാഗ് പാക്ക് ചെയ്ത്, പൈസ ഒന്നുമില്ലായിരുന്നു, ആകെ 500-600 എൻ്റെ അടുത്തുള്ളായിരുന്നു. കുറച്ച് പൈസ കടം വാങ്ങി ബാഗ് പാക്ക് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. രാത്രി രാജസ്ഥാനിൽ ട്രെയിൻ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അതേപോലെ കാലാവസ്ഥ ഗൂഗിൾ പ്രവചിച്ച പോലെ സ്നോഫോളും കിട്ടി. സാധാരണ കിട്ടില്ലല്ല ഗൂഗിൾ പറഞ്ഞ പോലെ, പക്ഷേ ഭാഗ്യമുണ്ട് എന്തായാലും. കുറേ കാലമായി, ഒരു 1-2 വർഷമായി സ്നോഫോൾ കിട്ടിയിട്ട്. സാധാരണ കാശ്മീരിൽ ഫസ്റ്റ് വന്ന ടൈമിലാണ് സ്നോഫോൾ കിട്ടിയത്. അതിനുശേഷം പിന്നെ സ്നോഫോൾ കിട്ടിയിട്ടില്ല, ആകെ ഒരു വട്ടം. പിന്നെ ഷിംലയിൽ പോയി ഈ പ്രാവശ്യം നോക്കിയിട്ട് ഷിംലയൊന്നും കിട്ടിയില്ല. പിന്നെ വ്യാഴാഴ്ച രാവിലെ ഫോണിൽ നോക്കി ഇവിടെ ഉണ്ട് ശനി ഞായർ നല്ല സ്നോഫോൾ കാണിച്ചപ്പോൾ വേഗം ഓടിക്കയറി പോകുന്നത്. തിരിച്ചതേപോലെ ചാടി ഓടിപ്പോകണം. അതാണ് മെയിൻ ടാസ്ക്. റോഡ് സീനാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ ടാസ്ക്കാണ്. ഞാൻ ഇരുന്നിടത്തുള്ള വ്യൂ അത്ര പോരാ, നമുക്ക് അടുത്ത ബോഗി പോയി കയറാം. ഇവിടെയാണ് ഒന്നുകൂടെ പെയിൻറ്റ്, മറ്റേ ബോഗിൻ്റെ പെയിൻറ്റൊക്കെ അടിപൊളി. മറ്റോടത്ത് അത്ര ഒരു വൈബില്ല. ഈ ബോഗി പോയി കയറാം. ഈ ബോഗി ഫുള്ള് ഫ്രീ ആണ്. ഇവിടുത്തെ സീറ്റ് മൊത്തം അലമ്പായി കിടക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഒന്നാമത് ആളില്ലാത്തത്. സീറ്റ് ഫുള്ള് അലമ്പായി കിടക്കും. അവിടെ കൊണ്ടുപോയി ബാഗ് വെച്ച് 2 ബാഗ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ബാഗുള്ളൂ. ഉള്ള ഡ്രസ്സ് മൊത്തം ഞാൻ എടുത്തിട്ട്. നമ്മളെ പ്ലേസ് ഇവിടെയല്ല, ഇവിടെയാണ് നമ്മളെ പ്ലേസ്. ഇവിടെയും ഇത് രണ്ടും ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അയ്യോ, ട്രെയിൻ വരുന്നത് ബാരാമുള്ളയിൽ നിന്ന് തിരിച്ചു കണ്ടുള്ള എന്ത് രസമല്ലേ ഈ മഞ്ഞിലിങ്ങനെ ട്രെയിൻ പോകേണ്ട കാണാൻ. വേറെ തന്നെ മോഡ്. ഇവിടെ നല്ല ഇരിക്കട്ടെ. ആഹാ, നല്ല രസം.
ന്യൂസ് കവർ ചെയ്യുന്നുണ്ട്. ന്യൂസ് കവറേജ്. चैनल हाँ बात कर रहे हाँ अभी ट्रेन ओके ओके नोट സംസാരിക്കാൻ പറഞ്ഞേ. हाँ मैं हिंदी थोड़ा थोड़ा आती है, ज़्यादा नहीं है. ओके ओके. देखिए स्टोरी इस पे है कि बर्फबारी हो रही है. हाँ. बर्फबारी के बीच में जो है बाहर की ट्रेन जो है वो चल रही है, लोगों हाँ, की मतलब खिदमत कर रही है. तो बर्फबारी की वजह से जो हाईवे है, नेशनल हाईवे, हाँ, तो हाँ. कभी कभी बंद करना पड़ता है फिसलन की वजह से, क्योंकि गाड़ी स्लिप करता है. हाँ, लेकिन हाँ. ट्रेन जो है वो कंटिन्यू चल रहा है. तो इसके लिए हम ट्रेन रेलवे का शुक्रिया अदा करते हैं, अपनी सरकार का शुक्रिया अदा करते हैं. लेकिन साथ ही साथ ये भी चाहते हैं कि जल्दी से कश्मीर और जम्मू कनेक्ट हो जाए, ताकि आप लोग जो है दिल्ली से ट्रेन में आ जाए. मैं हाँ मतलब यही मेरा ये है. പഠിച്ചോനെ പെട്ടല്ലോ. ओके धन्यवाद भाई. धन्यवाद. ठीक है ओके बाय बाय. മൂപ്പരെൻ്റെ 2 ബൈറ്റ് എടുത്ത് ഞാൻ എന്തൊക്കെയാ തള്ളി മറച്ചു വിട്ട്. അയ്യോ ഇവിടുത്തെ ന്യൂസ് ചാനൽ വന്നാൽ മതിയായിരുന്നു, എങ്ങനെയാലും ഒന്ന് ഫേമസ് ആവട്ടെ. അങ്ങനെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. ട്രെയിൻ എടുത്ത് സ്നോഫോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അവസാനമൊന്നുമില്ല അവിടെ. നേരത്തെ വന്ന ബനിയാണിൻ്റെ ബോർഡർ അതാണ്. ബോർഡറല്ല ബോർഡ്. കാശ്മീരി കുട്ടിയാണ്. ഓക്കെ ചുവന്ന് തൊടുത്തിട്ടുണ്ട് പാവം. ഞാനിന്ന് ശ്രീനഗർ പോകാൻ വേണ്ടി ഇരിക്കായിരുന്നേ, പക്ഷേ പോകാൻ പറ്റിയില്ല. ഈ ബയ്യ എന്നെ വീട്ടിൽ വിളിച്ചിട്ടുണ്ട്. ഈ ബയ്യ എൻ്റെ വീട് സോപ്പൂരാണ്. എന്തായാലും ശ്രീനഗർ പോയതാണ് മുന്നേ, സോപ്പൂർ വരെ പോയിട്ടില്ല. സ്റ്റേ അവിടെ ചെയ്യാമെന്ന് പറഞ്ഞേ. കുറച്ച് നേരം സംസാരിച്ച് ലാസ്റ്റ് മൂപ്പര് വീട്ടിൽ വിളിച്ച്. അതേതോ അസ്കരം नहीं है पैसा नहीं है. പോയിട്ടില്ല പൈസ എന്നത്. അടുത്ത സ്റ്റേഷനാണ് ശ്രീനഗറാണ്. ഞാൻ സോപ്പൂർ പോണില്ല. സോപ്പൂർ പോകുമ്പോൾ വീട്ടിൽ വിളിച്ചിരുന്നു, പക്ഷേ അവിടെ പോയാൽ ചിലപ്പോൾ നാളെ മറ്റന്നാളൊന്നും പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. നല്ല രീതിയിൽ മഞ്ഞ് വീഴ്ചയുണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ സ്ലാബ് ടാക്സി ഒന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് അവിടെ പോയാൽ ലോക്കാവും. അതുകൊണ്ട് ഇന്ന് അവിടെ പോകല്ല. അടുത്ത വരവിൽ എന്തായാലും അവിടെ പോകാം. ശ്രീനഗറിൽ തന്നെ ഇറങ്ങാം. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ സ്നോഫോളല്ല, സ്നോ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ അത്ര ഇല്ല. ശ്രീനഗറിലെത്തി. ഇനി ലാൽ ചോക്ക് പോകണം, സാധനം വാങ്ങണം. കിട്ടുമോയെന്നറിയില്ല. അപ്പോൾ ഏകദേശം തീർന്നേക്കും. സ്നോഫോൾ ആയതുകൊണ്ട് ഇനി ഉണ്ടോയെന്നും കൂടെ അറിയില്ല. ഇവിടെ എപ്പോഴും സ്നോ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ. അതാ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷൻ. ഇത് അടിപൊളി കേട്ടോ, കാണാൻ നല്ല വൈബുണ്ട്. ഇന്ന് ശ്രീനഗറിൽ സ്റ്റേ ചെയ്യണം, പിന്നെ ലാൽ ചോക്ക് പോകണം,
പിന്നെ ഡാൽ ലേക്കിലും പോകണം. ഡാൽ ലേക്കിൽ ഷിക്കാരയുടെ മുന്നേ പോയതാണ്. രാവിലെയാണ് ഒന്നുകൂടെ അടിപൊളി. പക്ഷെ ഇപ്പോൾ സ്നോഫാൾ ഉണ്ടായതുകൊണ്ട് ഒന്നുകൂടെ പോകാൻ തോന്നുന്നു. ഇവിടെ എന്താ മോദിജിൻ്റെ എന്തോ ഉണ്ടല്ലോ, മോദിജിക്ക് മഞ്ഞൾ കുളിച്ചിട്ടുണ്ട്. ഇയാളെ പിടിച്ച ആരെല്ലൊന്ന് ഉള്ളിലേക്ക് വെക്കുമോ? ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ കയറിയ ബസ് അവിടെ ഇറങ്ങി. ഇനി ഈ വഴിയാണ് സൺഡേ മാർക്കറ്റൊക്കെ ഉള്ളത്. സ്നോ ആയതുകൊണ്ട് ഓപ്പൺ ആണെന്ന് എനിക്ക് ഡൗട്ടാണ്. അധികം ഓപ്പൺ ആവാൻ ചാൻസ് കുറവാണ്. ഇവിടെ സോക്സിന് ഫുള്ളും 30 രൂപയാണ്. ഞാനൊരു സോക്സ് എടുത്തു. എൻ്റെ സോക്സ് ഒന്നും എൻ്റെ അടുത്ത് മര്യാദക്കില്ല. ₹50 ഡ്രസ്സ്. ചിക്കൻ ബിരിയാണി വെക്കാൻ വേണ്ടി വന്നാ. ഡൽഹി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട്. കഴിച്ചോട്ടെ എന്താ അവസ്ഥ. ഒരു ഡ്രസ്സ് വാങ്ങി. ഡ്രസ്സല്ല, സെറ്റർ വാങ്ങി തൽക്കാലത്തേക്ക്. ഇനി അവിടെ ഫുള്ള് മാർക്കറ്റാ. ഈ റോഡ് നേരെ അങ്ങോട്ട് അവിടെ പോയി വെക്കണത് കഴിഞ്ഞിട്ട്. ഈ പോയത്തെ മീനാണത്. ലാൽ ചോക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ട് പച്ചക്കറി മാർക്കറ്റാണ് തോന്നണേ. അതെ, നമ്മളെ എസ്കാപ്പേഡിൻ്റെ സെറ്റപ്പാണ്. ട്രാവൽ ഗ്രൂപ്പിൻ്റെ. എൻ്റെ ട്രാവൽ ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് നല്ല മട്ടനും റൈസും ഒക്കെ അയച്ചു പോയിരുന്നു. അവനൊക്കെ അവിടെ സ്റ്റേ സെറ്റാക്കി തന്നെ. ഈ റോഡ് നേരെ അവിടേക്കാണ് ഞാൻ നിൽക്കേണ്ട സ്റ്റേ. കാണിച്ചു തരാം. ഇവിടെ അടുത്ത് ഞാൻ നിൽക്കേണ്ട സ്റ്റേ. ഇത് ഡാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് ഈ വഴി. ഈ വഴി നേരെ തന്നാൽ ഞാനൊന്ന് സ്റ്റേ ചെയ്യേണ്ട വീട്ടിലെത്തും. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര്, ഇൻസ്റ്റാ ഗ്രൂപ്പിൻ്റെ പേരും എസ്കാപ്പേ ട്രാവൽ സ്റ്റോറീസ് എന്നാണ്. ആ പേജ് വഴി ആണ് ഫ്രണ്ടിനെ കിട്ടിയത്. ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രായമുണ്ട്, അത് നോക്കണ്ട. പക്ഷേ നമ്മളെ ഫ്രണ്ടാണ്. എവിടെയാണ് ഇന്നത്തെ സ്റ്റേ? ഇപ്പോൾ സ്നോഫോളൊക്കെ കുറവുണ്ട്. ക്ലീനായി കിടക്കുന്നുണ്ട് ഏകദേശമൊക്കെ. നാളെ രാവിലെ മിക്കവാറും സ്നോഫോളുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം സ്നോ ആയിരിക്കും. ഡാലിലേക്ക് അടുത്ത ഡോറ് ലോക്ക് ചെയ്തേക്കണമെന്ന് അറിയില്ല. പോയി നോക്കട്ടെ. ഇങ്ങനെ വന്നിട്ട് വൈ ഇതിൽ പോയിട്ട് ഇതിങ്ങനെ വന്ന് പുറത്ത് ബാത്റൂം, ഇതെൻ്റെ റൂം. ഇവിടെ അടുക്കള ഉണ്ട്, ബാത്റൂമുണ്ട്, എല്ലാം ഉണ്ട്. സൺഡേ മാർക്കറ്റിൽ നിന്ന് ഫോൺ ഓഫ് ആയി, അതുകൊണ്ട് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല.
പിന്നെ അവിടുന്ന് സാധനം വാങ്ങിയിട്ട് കുറച്ച് നടന്ന് 4-5 കിലോമീറ്റർ നടന്ന് ഡാൽ ലേക്കിൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരു 150 റൂം ഉണ്ടായിരുന്നു. അവിടെ റൂം എടുത്ത് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. ചാർജും ഇല്ല, ഒന്നുമില്ല. പവർ ബാങ്ക് കൊണ്ടുണ്ടായി. ഇതാണ് റൂം. മൈ റൂം. ഇവിടെ വീടാണിത്. വീട്ടിലുള്ള സ്റ്റേ ആണ്. മറ്റേ വെളുത്തുള്ളി ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഉള്ളി, ഉരുളക്കിഴങ്ങ് എല്ലാം ഇതുണ്ട്. സ്റ്റേ കുഴപ്പമൊന്നുമില്ല.